വെൽക്കം ടു വിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ് എന്താ? മേ അല്ലേ? മേ രണ്ടും പ്രൊനൗൺസിയേഷൻ ഏകദേശം ഒരുപോലെയാണെങ്കിലും രണ്ടിൻ്റെ അർത്ഥം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എന്താണ്? ഒരെണ്ണത്തിന് ഒരു വരയും കുത്തുവാണ്, അടുത്തതിന് രണ്ട് വരയും കുത്താണ്. അപ്പോൾ ഇത് എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്ന് നമുക്ക് ആദ്യം രണ്ട് വരയും കുത്ത് എവിടെ ഉപയോഗിക്കാൻ നോക്കാം. അതിനർത്ഥം മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ പറയുന്ന ഞാനാണ് കേട്ടോ. മേം എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. മേ ഖാന ബനാ രഹി ഹൂം. മേ ഖാന ബനാ രഹി ഹൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ് അല്ലേ? ഇതിന്റെ പ്രത്യേകത, നമ്മൾ വർത്തമാന കാലത്തിൽ മേം എന്ന് വെക്കുമ്പോൾ മീൻസ് പ്രസന്റ് ആയിട്ട് നമ്മൾ മേം വെച്ച് സംസാരിക്കുമ്പോൾ അവസാനിപ്പിക്കുന്നത് ഹൂമിലാണ്. മേം ഖാന ബനാ രഹി ഹൂം. അതാണ് ഈ മേയും ഈ ഹൂം തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, ഇനി അടുത്ത എന്താ? മേ ജാ രഹി ഹൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോവുകയാണ്. മേ ജാ രഹി ഹൂം. മനസ്സിലായോ? അപ്പൊ മേം എന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് പറയുമ്പോഴാണ്. ഇനി അടുത്ത മേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരയും ഒരു കുത്തുള്ള മേം എന്ന് പറയുന്നത് അത് വേറെ ഒന്നുമല്ല, ഒരു വസ്തുവിന്റെ ഉള്ളിൽ എന്ന് അർത്ഥാക്കുന്നതാണ്. മനസ്സിലായോ? ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. മേ കാർ മേം ബൈട്ടി ഹൂ. ഇതുമ്പോ നോക്കി രണ്ട് മേയും വന്നു അല്ലേ? മേം എന്ന് പറഞ്ഞാൽ ഞാൻ, കാർ മേം കാറിൽ എന്നാണ് അർത്ഥാക്കുന്നത്. കണ്ടോ? കാറിൽ ബൈട്ടി ഹൂ, ഞാൻ കാറിൽ ഇരിക്കുകയാണ്. മനസ്സിലായോ? അതാണ് ഈ മേം തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമ്മൾ പറയപ്പോ പാലില് എന്താ പറയാ? പഞ്ചസാര ഇടുക. എങ്ങനെ പറയാ? ദൂത് മേം ചീനി ഡാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലില് പഞ്ചസാര, ചീനി എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇടൂ എന്നാണ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. മേ. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ചെറിയ ഹിന്ദിയിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഹിന്ദി സ്പോക്കൺ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളൊരു സീരീസ് നടത്തുന്നുണ്ട് നമ്മുടെ ചാനലിൽ, 60 days സ്പോക്കൺ ഹിന്ദി. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമുള്ള ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. ബൈ.